അങ്ങനെ ഈ ചെറുകടികളുടെയൊക്കെ വില വ്യത്യാസം അത് എന്ന് മുതലായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരിക? ചെറുകടികളുടെ വിലയിൽ വലിയ വ്യത്യാസം വരും എന്നത് ഒരു ആശ്വാസകരമാണെന്ന് നമുക്കറിയാം. അതിന്റെ പ്രാബല്യത്തിൽ വരുന്ന സമയം അതെപ്പോഴത്തേക്കായിരിക്കും? ഈ ചെറു ഭക്ഷണ സാധനമാണോ? അതെ അതെ, അതിന്റെ എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. ഇന്നു മുതൽ തന്നെ വരും. എല്ലാ ടാക്സിന്റെ വ്യത്യാസവും ഇന്നു മുതൽ തന്നെ വിപണി വരും. പ്രത്യേകിച്ചും ഭക്ഷണ സാധനങ്ങളുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ എവിടുന്നേലും പാക്ക് ചെയ്ത് കൊണ്ടുവന്നുള്ള പ്രശ്നമില്ലല്ലോ. ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നേരത്തെ 18% ഉള്ളത് ഇപ്പോൾ 5% ആവുന്ന അപ്പം തന്നെ കിട്ടും. ഒരു രൂപയും 2 രൂപയൊക്കെ അതിന് പറയുന്നതിന് ഒരു തടസ്സമില്ല. നേരത്തെ തന്നെ പിന്നെ അത്തരം കാര്യങ്ങൾ കുറയ്ക്കണമെന്ന അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്, കേരളം ആവശ്യപ്പെട്ടിരുന്നതാണ്. ഉദാഹരണത്തിന് കുഴക്കട്ടയ്ക്ക് 18%, എന്നാൽ വേറെ ചില ഉൽപ്പന്നങ്ങൾക്ക് 5%. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ബേക്കറി സംഘടനകൾ തന്നെ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഏത്തക്ക അപ്പം, കുഴക്കട്ട, പരിപ്പ് വട, എന്നാൽ വേറെ ചില ഐറ്റങ്ങൾക്ക് ഇങ്ങനെ അല്ലാത്തതിന് കുറവ്, അത് ഏകീകരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ ഇന്ന് തന്നെ ഫലത്തിൽ വരും. ഇതൊക്കെ അവർ തരണം എന്നുള്ളതേ ഉള്ളൂ കാര്യം. ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിലയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? കേൾക്കാമോ? ലോട്ടറിയുടെ കാര്യത്തിനകത്ത് ടാക്സ് 28% എന്നുള്ളത് 40% വർദ്ധിപ്പിച്ചു. ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരും. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതങ്ങനെ വർദ്ധിപ്പിക്കരുത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടില്ല. അല്പസമയം നീട്ടി തരാൻ പറഞ്ഞിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരും. ലോട്ടറിയുടെ വില കൂട്ടുന്നതിനെ പറ്റി ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ലോട്ടറി വില കൂട്ടണ്ടെന്നാണ് ആലോചിച്ചത്. അകത്ത് തന്നെ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത് ചില ഇന്റേണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കും. ഈ ഓണം ബമ്പറിന്റെ കച്ചവടവും നടക്കും. ഓണം ബമ്പറിന്റെ ആവശ്യത്തിനുള്ള നോട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ടാക്സ് പഴയ ടാക്സ് തന്നെയാണ്. അതുകൊണ്ട് 22-ാം തീയതി വരെയാണ് മേജർ സെയിൽസ്. ബാക്കി അവൈലബിൾ ആണ്, കിട്ടും. ബാക്കി ഘടനയിലൊന്നും പിന്നെ ടാക്സിന്റെ ഘടനയെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 50 രൂപ ടിക്കറ്റ്, പക്ഷേ 50 രൂപ എന്നുള്ളത് കൂട്ടില്ല. അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത്. അത് ബാധിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ GSTയിൽ ഇത്തരത്തിൽ ഇളവ് വരുന്നതോടെ സംസ്ഥാനങ്ങൾക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകുമെന്ന് മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കോമ്പൻസേറ്ററി ഫണ്ട് നൽകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കണമെന്നും, ഇതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു കോമ്പൻസേറ്ററി ഫണ്ട് അനുവദിക്കാനുള്ള സാഹചര്യം, സാധ്യത ഉണ്ടോ? അല്ല, അങ്ങനൊരു സാധ്യത ഉണ്ടാക്കുന്നത് GST കൗൺസിലും കേന്ദ്ര ഗവൺമെന്റും കൂടെ അല്ലേ ആലോചിക്കേണ്ടത്. കാര്യം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 10,000 കോടി ഒറ്റയടിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനം കൊളാപ്സ് ചെയ്യണോ? സംസ്ഥാനങ്ങൾ കൊളാപ്സ് ചെയ്യണോ? ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലെ പല ബിസിനസ്സുകാരും പൊളിഞ്ഞുപോയി, ഒരാലോചന ഇല്ലാതെ. അതുപോലെ ചെയ്യാനൊന്നും പറ്റില്ല. സംസ്ഥാന ഗവൺമെന്റുകളുടെ സാമ്പത്തിക സ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്ന കാര്യമാണ്. അവിടെയാണ് ഈ കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ ഉള്ളത്. ആ പ്രൊവിഷൻ നടപ്പിലാക്കണം. അടിയന്തരമായിട്ട് അത് ചെയ്യണമെന്ന് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ആകെ ചെലവിനെ അത്രയും മേടിച്ച് കുറയ്ക്കേണ്ടി വരും. കേരളത്തിൻ്റെ ചെലവ് 10,000 കോടി കുറച്ചാൽ എത്ര വലിയ സീരിയസ് ആയിട്ടാണ് ബാധിക്കുക? എല്ലാ മേഖലയും അത് ബാധിക്കും. അതുകൊണ്ട് അതിന് സംവിധാനം ഉണ്ടാക്കണം. ഒരൊറ്റ പ്രഖ്യാപനത്തിൽ നടപ്പാക്കാവുന്നതല്ല. സാമ്പത്തികമായി വിശദമായി പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിനകത്ത് പോരായ്മ വന്നാൽ സംസ്ഥാനങ്ങളെ ബാധിക്കും. അത് കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ KN ബാലഗോപാൽ. സംസ്ഥാന ധനമന്ത്രി ബാലഗോപാലാണ് നമുക്കൊപ്പം ചേർന്നത്.